നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, നമ്മൾ ഒരു പുതിയ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ റിവ്യൂ ചെയ്യാറുണ്ട്. പണ്ട് എഴുത്തായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടാറുണ്ട്, ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട്. പക്ഷേ ഒരു പരസ്യത്തിന് ഇത്രയേറെ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നത് കണ്ട് ശരിക്കും പറഞ്ഞാൽ അത് കണ്ട് കോരി തരിച്ചുപോയി എന്ന് വേണം പറയാൻ. മോഹൻലാലിൻ്റെ ആ പുതിയ ആ ഒരു എന്താണ് വിൻസ്മേര ജ്വല്ലറിയുടെ അവരുടെ ആഡ് കണ്ട് തരിച്ചിരുന്നതിനെ പറയാം. എത്ര മനോഹരമായിട്ട് അദ്ദേഹം ആ തുടരും സിനിമ വരുമ്പോൾ മോഹൻലാൽ തുടരും. ഓ, അമേസിങ് എന്ന് തന്നെ പറയാം. അമേസിങ്. ഈ തുടരും എന്ന് പറയുന്ന സിനിമയിൽ വില്ലനായിട്ട് വന്നിട്ടുള്ള പ്രകാശ് വർമ്മയാണ് ഈ ഒരു ആഡ് എടുത്തിരിക്കുന്നത്. പ്രകാശ് വർമ്മയെ കുറിച്ച് നമുക്ക് ആർക്കും അങ്ങനെ അറിയാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും അറിയില്ല എന്നല്ല, കുറേ ആളുകൾക്കും അറിയാത്തൊരു കാര്യമായിരുന്നു. അദ്ദേഹം പണ്ട് മുതലേ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആഡ് ഡയറക്ടറാണ്. ഈ തുടരും സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അയ്യോ ഈ ആഡല്ല ഇദ്ദേഹമാണോ ചെയ്തതെന്ന് പലരും നോട്ട് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഈ എന്താ പറയുക, നമ്മുടെ സിമ്മിന്റെ ഒരു പരസ്യം. അതില് ആ ഒരു മനോഹരമായ പരസ്യങ്ങളൊക്കെ നമ്മളെ ബോറടിപ്പിക്കാത്ത ഹച്ചിന്റെ പരസ്യമാണ്. അത് ബോറടിപ്പിക്കാതെ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോകുന്ന വോഡഫോണിന്റെ ഹച്ചിന്റെ ഒക്കെ ബന്ധപ്പെട്ട പരസ്യങ്ങൾ ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ലാലേട്ടൻ്റെ മറ്റൊരു ആഡ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ ആഡ് ചെയ്യുമ്പോൾ പരസ്യങ്ങളെ നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ഇത് പരസ്യമാണ് എന്ന് നമുക്കൊരു തോട്ട് വരും. ഇതെങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ ഒരു ഉൽപ്പന്നത്തെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഉൽപ്പന്നം വളരെ മനോഹരമാണ്, അല്ലെങ്കിൽ ഈ ഉൽപ്പന്നം അതാണ്, ഈ ഉൽപ്പന്നം ഇങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ അങ്ങനെ വരുന്നത് എന്ന് കരുതും. പക്ഷേ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആ രീതിയിലാണ് ഇത് മെയ്ക്ക് ചെയ്തിരിക്കുന്നത്. ആ മെയ്ക്ക് ചെയ്യുന്ന രീതിക്ക് പ്രകാശ് വർമ്മയ്ക്ക് ഒരു നല്ല കൈയടി കൊടുക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനാണല്ലോ അവിടെ പ്രവർത്തിച്ചത്. മോഹൻലാലിനെ കൊണ്ട് ഇത് ചെയ്യിക്കുക എന്നതാണ് ഈ പറയുന്ന ഡയറക്ടറുടെ ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. ലാലേട്ടൻ അത് ചെയ്യാൻ തയ്യാറായത് ആരെ വിശ്വസിച്ചാണ്? ഈ പറയുന്ന പ്രകാശ് വർമ്മയെ പിന്നെ എന്താണ് വിശ്വസിച്ചുകൊണ്ടാണ് അത് ചെയ്യാൻ തയ്യാറായത്. പക്ഷെ അതിലേക്കോട്ടൊക്കെ അപ്പുറത്തേക്ക് മലയാളത്തിൻ്റെ മോഹൻലാൽ, എന്താണ് ഇന്ത്യയുടെ മോഹൻലാൽ, ഇത് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്ന ആ ഒരു ലേബൽ ഉണ്ടല്ലോ. ഒരു കാലത്ത് കുറച്ച് മോശം പടങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിനയമെല്ലാം പോയി, അദ്ദേഹത്തിൻ്റെ പേശികളെല്ലാം ഉറച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യന് ചിലപ്പോൾ ഈ പിന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ വരും. അതിനെപ്പോലും എടുത്ത് വല്ലാതെ ട്രോളി ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ തുടരുമെന്ന് പറയുന്ന സിനിമയിലൂടെ എമ്പുരാനിലൂടെയൊക്കെ തിരിച്ചു പിടിച്ചു, പ്രത്യേകിച്ച് തുടരുമിലൂടെ അത് തിരിച്ചു പിടിച്ച ലാലേട്ടൻ്റെ അടുത്ത വിമർശകർക്കുള്ള അടിയാണിത്. അതിനേക്കാൾ ഉപരി ലാലേട്ടൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള സമ്മാനവും. കാരണം ഇതിനെ ഈ പറയുന്ന ഒരു പരസ്യത്തിനെ വിമർശിക്കുന്ന ചില ആളുകളുണ്ട്. അവർ പറയുന്നത് മോഹൻലാൽ എന്താ പറയുക, മോഹൻലാൽ വല്ലാത്തൊരു സ്ത്രൈണഭാവത്തിൽ അഭിനയിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതിനല്ലേ അദ്ദേഹത്തിന് അഭിനേതാവെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഒരു പോയിന്റിൽ ഈ പ്രകാശ് വർമ്മ കയറി വന്നിട്ട്, അതായത് മോഹൻലാൽ കാരവാനിലിരുന്ന് മാലയെല്ലാം അണിഞ്ഞ് സന്തോഷിക്കുമ്പോൾ കയറി വന്നിട്ട് ചേട്ടാന്ന് വിളിക്കുമ്പോൾ തിരിഞ്ഞ് പെട്ടെന്ന് ആ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് ഇങ്ങനെ മാറുന്ന ഒരു ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എത്ര മനോഹരമാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. മലയാളത്തിൽ പലപ്പോഴും മോഹൻലാലിനെ അറിയാവുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹം ക്യാമറയ്ക്ക് ആക്ഷൻ പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ കളിച്ച് ചിരിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം സംസാരിച്ചുകൊണ്ടിരുന്ന നടൻ, ലാലേട്ട ക്യാരക്ടർ ഒക്കെയാണ് എന്ന് പറയുന്ന സമയത്ത് സെക്കൻഡ് കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു മഹാനടന വിസ്മയമുണ്ട്. അതിനെ പക്ഷേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. പലപ്പോഴും അത് കാണാൻ പറ്റുന്നത് അപൂർവം ആളുകൾക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. എനിക്കത് കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും വലിയ അഭിമാനമാണ് എനിക്ക്. പക്ഷേ അത് മറ്റുള്ളവർ കാണാൻ പറ്റില്ല. അത് കൃത്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചു കൊടുത്തു ആര്? ഈ പറയുന്ന പ്രകാശ് വർമ്മ. എങ്ങനെയാണ് ആ സ്ത്രൈണത എന്ന് പറയുന്നത്? സ്ത്രൈണ വേഷങ്ങൾ ചെയ്ത ഒരുപാട് നടന്മാർ മുൻപ് ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിന്റെ വാമനപുരം ബസ് റൂട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ കുറച്ചൊരു സ്ത്രൈണതയുള്ള ഒരു കഥാപാത്രമായിരുന്നു. അതും അദ്ദേഹം മനോഹരമായി തന്നെ ചെയ്തു. പിന്നെ ഈ വിമർശകർ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. മുൻപ് ഫഹദ് ഫാസിൽ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ മൂക്കുത്തി അണിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുമായി കമ്പയർ ചെയ്യുന്നതായിട്ട് കണ്ടു ചില ആൾക്കാരൊക്കെ. പക്ഷെ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൽ ഫഹദ് ഫാസിൽ മൂക്കുത്തി അണിഞ്ഞു, അത് തന്നെയാണ്, അത് നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ മോഹൻലാലിന്റെ ഭാവം, ആ കൈയുടെ ചലനങ്ങൾ, ഇതെല്ലാം ആ ഒരു സ്ത്രൈണത. പക്ഷെ അത് വൃത്തിക്ക് ചെയ്തില്ലെങ്കിൽ ഈ സ്ത്രൈണത ചെയ്യുമ്പോൾ അത് മഹാ അലമ്പായി. പക്ഷെ ഇത് എത്ര ഭംഗിയായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ മാമാങ്കത്തിലെ മമ്മൂട്ടിയുമായിട്ട് ചിലർ കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് രണ്ടാണ്. അതിനെപ്പറ്റി കമ്പയർ ഇതൊരിക്കലും മമ്മൂട്ടിയെ ഡിഗ്രേഡ് ചെയ്ത് പറഞ്ഞതല്ല. അങ്ങനെയല്ല. ശരിക്കും നമ്മളിങ്ങനെ തർക്കിക്കുമ്പോൾ ഞാൻ മമ്മൂട്ടി ഫാനാണ്. പക്ഷെ മോഹൻലാലിന്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളും ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. അത് ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം, മുമ്പ് പല സ്ത്രൈണ വേഷങ്ങളും പല ആളുകളും ചെയ്തിട്ടുണ്ട്, പല രീതികളിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രൈണ വേഷത്തിന്റെ പ്രത്യേകത, ഇതിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ത്രീയാണ് കണ്ടത്. അതാണ് അതിന്റെ പ്രത്യേകത. അതെ, അത്
ആഭരണം അണിഞ്ഞ് ഒരു ജ്വല്ലറിയിൽ പോയ ഒരു സ്ത്രീ ആഭരണം അണിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവരുടെ ഉള്ളിലെ പ്രൗഡും അവരുടെ ഉള്ളിലെ ആ മൊത്തമായിട്ട് സ്ത്രീ പുറത്തു വരുന്ന ഒരു നിമിഷമുണ്ട് ഇത്തരം ചില നിമിഷങ്ങൾ. അതിൽ ഒളിപ്പിച്ച് വെച്ച മറ്റൊരു കാര്യം പറഞ്ഞാൽ ഈ ആദ്യത്തെ സീനുകളിൽ മോഹൻലാൽ ഇങ്ങനെ ആ നെക്ലസ് കാണിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അപ്പൊ കാണുന്നവർക്ക് എന്താ മറ്റേ 3000 ആഘോഷിച്ച മോഹൻലാലിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ഇങ്ങനെ നോക്കുന്നു കാണുമ്പോ ആ മോഡൽ ഒരു ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയാണ് ഇങ്ങനെ നോക്കുന്നത് തോന്നുന്നു. പക്ഷെ അത് കഴിഞ്ഞ അവസാനമാണ് അറിയുന്നത് അദ്ദേഹം എന്തെടുത്തിട്ട് പോയി എന്താ ചെയ്തത്. അവരല്ല നോക്കിയത്, അതാണ് നോക്കിയത്. അവശ്യമായ ഒരു നോട്ടത്തിൽ അതെല്ലാം ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ അതും മാത്രമല്ല, ഞാൻ അവിടെ കണ്ടത് പൗരുഷത്തിന്റെ അടയാളമായിട്ടുള്ള പല ചിത്രങ്ങൾ ചെയ്ത നരസിംഹം, അതുപോലെ തന്നെ മംഗലശ്ശേരി നീലകണ്ഠൻ, 6-ാം തമ്പുരാൻ, സ്ഫടികം പോലത്തെ പിന്നെ എന്താണ് നമ്മുടെ പുരുഷന്റെ ആ എല്ലാ എനർജിയും, പുരുഷന്റെ പിന്നെ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ പുരുഷത്വത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കൊണ്ടാടിയ ഒരു നടൻ ഈ ഒരു ക്യാരക്ടറിലൂടെ സ്ത്രൈണതയുടെ എല്ലാ ഭാവങ്ങളും ആവാഹിച്ച് അത് ഒരു പക്കാ സ്ത്രീയായി, ഒരു ഒറിജിനൽ സ്ത്രീയായി മാറി. ആ കൈവെപ്പ് പോലും സ്ത്രീയുടെ കൈവെപ്പായിരുന്നു. അതായത് ഒരു സ്ത്രീക്ക് മാറുണ്ട് എന്ന് വിചാരിക്കുക, അതായത് മാറുള്ള ഒരു സ്ത്രീ പിന്നെ എന്താണ് ഒന്ന് നോക്കുമല്ലോ, അതുപോലെ തൊട്ടു താഴെ സ്ഥലങ്ങളുള്ള സ്ത്രീയെ പോലെ ഇങ്ങനെ പിടിയുണ്ട് കൈ വരുന്നത്. അതെന്ന് പറയുന്നത് പിന്നെ ആവാഹിച്ച മനുഷ്യന് മാത്രമാണ്, ആക്ടർക്ക് മാത്രമാണ് അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ലാലേട്ടൻ അതിലൂടെ ചെയ്തത്. ഇപ്പൊ 19 മണിക്കൂർ ആ പരസ്യം അപ്ലോഡ് ചെയ്തിട്ട് 19 മണിക്കൂറിനുള്ളിൽ അത് 7.25 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. അതെ 7.25 ലക്ഷം കഴിഞ്ഞു. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിനയമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വെറുതെ, ഞാനൊരിക്കലും അങ്ങനെ ഒരു കാര്യമില്ല, വെറുതെ വിമർശിച്ച ആളുകളുണ്ട്. പ്രായത്തിൻ്റെതായിട്ടുള്ള ആ സ്കിന്നിലും ബോഡി ലാംഗ്വേജിലും എല്ലാം മാറ്റങ്ങളുണ്ട്. എന്താ പ്രായത്തിന് അതീതനല്ലേ, അതൊക്കെ സ്വാഭാവികമാണ്. എന്നിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഈ ഒരു അഭിനയം കാഴ്ചവെക്കുന്നതിന് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അല്ല, ഞാനതാ പറയുന്നത്, മലയാളത്തിൽ ഇത്തരം ആവാഹിച്ച് അഭിനയിക്കുന്നത് മറ്റേത് നടനാണ് ഈ മറ്റൊരു ക്യാരക്ടറിനെ കൊണ്ടുവരികയാണ്, അതാ അങ്ങനെ തന്നെയായി മാറുകയാണ്. അങ്ങനെ മമ്മൂട്ടിയും അങ്ങനെ നന്നായി അഭിനയിക്കും. പക്ഷെ ഞാൻ അതല്ല പറയുന്നത്, മോഹൻലാൽ എന്ന് പറയുന്ന നടൻ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വ്യക്തിയായിട്ട് അങ്ങ് മാറും. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് രൂപത്തിലും ഭാവത്തിലും ചലനത്തിലും ഉണ്ടാവും. ഇപ്പൊ സ്ഫടികം എന്ന് പറയുന്ന സിനിമ, അതുപോലെ തന്നെ നരസിംഹം എന്ന് പറയുന്ന സിനിമ, ഈ 2 സിനിമയിലും അച്ഛൻ തിലകനാണ്, ഇതിലും അച്ഛൻ തിലകനാണ്. ഇതിൽ മകനോടുള്ള ദേഷ്യവും പ്രശ്നങ്ങളുണ്ട്, ഭാവി ജീവിതം എന്താവും എന്നൊക്കെ തോന്നുന്ന, ഇതിലും ഭാവി ജീവിതം 2 സിനിമ എടുത്ത് നോക്കിയാൽ ഭാവി ജീവിതം എന്താവും തോന്നുന്ന, ജയിലിൽ പോയ, ഇതിലും നരസിംഹത്തിലും ജയിലിൽ പോയ, ജീവിതത്തിലൂടെ അടിയും പ്രശ്നങ്ങളും പിന്നെ എന്താണ് കൂട്ടുകെട്ടുമായി നടക്കുന്ന ഒരു അച്ഛൻ്റെയും മക്കളുടെയും കഥയാണ്, മകൻ്റെയും കഥയാണ് ഈ പറയുന്നത്. പക്ഷെ 2 സിനിമയും കാണുമ്പോൾ നമുക്കത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരേ ആളാണെന്ന് തോന്നിയിട്ടുണ്ടോ? രണ്ടും കണ്ടിട്ടില്ലേ? അതൊക്കെ കണ്ടിട്ടുണ്ട്. സതയം പക്ഷെ അത് വേറൊരു ട്രാൻസ്ഫോർമേഷനാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആ കണ്ണുകളിൽ ആ കുട്ടികളെ പിന്നെ എന്താണ്, അതെ കുട്ടികളെ ഇങ്ങനെ അടക്കി പിടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ പോയ ആ ഒരു തിളക്കമുണ്ട്. എനിക്ക് തോന്നുന്നു അത് അന്നത്തെ പ്രശസ്ത പിന്നെ സൈക്യാട്രിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ പറഞ്ഞത്, അത്രയും എന്താണ് ആ സൈക്കോസിന്റെ ആ ലെവലിൽ എത്തുന്ന ഒരാളുടെ കണ്ണിൽ കാണുന്ന തിളക്കമാണ് ഞാൻ മോഹൻലാലിന്റെ കണ്ണിൽ കണ്ടത് എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായി ലാലേട്ടൻ ബുദ്ധിമുട്ടായി എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ സൈക്കോ ആയിട്ട് അഭിനയിക്കുകയാണെങ്കിലും എന്റെ ബോധം എവിടെയാണ്, ഇതെങ്ങനെ ചെയ്യരുത്, ഇങ്ങനത്തെ കാര്യമുണ്ട്. പക്ഷെ ഞാൻ സൈക്കോ ആയി മാറുന്ന അഭിനയം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ്, ഭയങ്കരമായ ട്രാൻസ്ഫോർമേഷനാണ്. അതാണ് മോഹൻലാലിന് ഇതിലൂടെ കാഴ്ചവെക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് പഴയ മോഹൻലാലിൻ്റെ ആ ഒരു അഭിനയം എന്നൊക്കെ പറയുന്ന ആളുകളോട്, മോഹൻലാൽ ഇവിടെയും പോയിട്ടില്ല, മോഹൻലാൽ ഇവിടെയും അങ്ങനെ ഒരു കാര്യം അദ്ദേഹം സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പൊ ഞാൻ പറയും, ഫിസിക്കലി ചിലപ്പോൾ ചില എന്താണ് ഈ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് ഏത് മനുഷ്യനും സംഭവിക്കില്ലേ, നാളെ മനുഷ്യനല്ലേ. അതെ തീർച്ചയായിട്ടും അതിനെ അതിജീവിച്ചു വന്നു അദ്ദേഹം വളരെ മൗനമായി ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ, അദ്ദേഹം താടി എടുക്കുന്നില്ല എന്നൊക്കെ പരിഹസിച്ച ആൾക്കാരുണ്ടായിരുന്നു. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിട്ടയിലൂടെ, കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അദ്ദേഹം അത്രയും ജീവിതശൈലി നോക്കുന്ന ഒരു മനുഷ്യനാണ്, യോഗ ചെയ്യുന്ന ഒരു ആത്മീയപരമായി അദ്ദേഹം ഒരു ഔന്നത്യം കീപ്പ് ചെയ്യുന്ന ഒരാൾ കൂടെയാണ്. അദ്ദേഹത്തിന് വളരെ സ്പിരിച്വലി തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഉപാസനകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്. നമുക്ക് അത് വേറൊരു വേർഷനാണ്. മാത്രമല്ല ഇപ്പം അടുത്ത് അദ്ദേഹം യോഗ ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടായിരുന്നു. ആ യോഗ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു കൃത്യമായ രീതിയിൽ ആ ശരീരം ചലിപ്പിക്കാനും ആ കാലുകൾ കൊണ്ട്, ആരാണ് ഇതിൽ യോഗ ഇൻസ്ട്രക്ടർ എന്ന് ചോദിച്ചാണ് ഞാനൊരു വീഡിയോ കണ്ടത്. അല്ല, തുടരും ആ സിനിമയിൽ ഇങ്ങനെ ചാടി വരുന്ന ഒരു സീനില്ലേ, ഒറ്റ ടേക്കിൽ എടുത്ത സീനാണ് അത്. എത്ര
എത്ര കിടുവായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ അതിൽ നിന്ന് ആ തുടരുമിൽ തന്നെ പൗരുഷത്തിന്റെ ഒരു വക്താവായി നിന്ന ലാലേട്ടൻ അതേ പിന്നെ എന്താണ് പിന്നെ അതേ അതിലെ വില്ലൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ഒരു പിന്നെ പരസ്യചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് സ്ത്രീയെ നമുക്ക് പ്രണയം തോന്നിപ്പോകുന്ന സ്ത്രീ, അതാണ് പറഞ്ഞത്. പലരും പറഞ്ഞത് ഈ കഥാപാത്രത്തെ കണ്ട് ലാലേട്ടനോട് പ്രണയം തോന്നി. പക്ഷെ മീൻസ് ലാലേട്ടനല്ല, ലാലേട്ടൻ്റെ ഉള്ളിൽ ആ സ്ത്രീ ഉണ്ടല്ലോ, ലാലേട്ടൻ്റെ ഉള്ളിൽ ആ സ്ത്രീ രൂപത്തോട് നമുക്ക് പ്രണയം തോന്നിപ്പോകുന്ന മനോഹരമായ നിമിഷം. അത്രയ്ക്ക് മികച്ച ട്രാൻസ്ഫോർമേഷൻ ലാലേട്ടൻ അതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും മികച്ച ഒരു കാര്യം തന്നതിന് വളരെ നന്ദി പ്രകാശ് വർമ്മ ഓർ ലാലേട്ടൻ. അതെ.